ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറുമായി യുഎസ് രംഗത്തെത്തിയിരിക്കുകയാണ്. 2 മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശിക്കുകയും ചെയ്യും. ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുക തന്നെയാണ്. ഹമാസിന്റെ പിടിയിൽ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെയും ഹമാസിന്റെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു താൽക്കാലിക ഉടമ്പടി യുഎസ് തയ്യാറാക്കി എന്നതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കരാർ യുദ്ധത്തിന് 2 മാസത്തെ ഇടവേള നിർദ്ദേശിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഗാസ മുനമ്പിൽ നിന്നുള്ള ഭീകരർ തെക്കൻ ഇസ്രയേലിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ ഒക്ടോബർ 7 മുതൽ ഇസ്രയേലും ഹമാസ് ഭീകരരും തമ്മിൽ പോരാട്ടം നടത്തുകയാണ്. യുദ്ധം 26,000 പലസ്തീനികളുടെ ജീവൻ അപഹരിച്ചതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ ഇസ്രയേൽ ഭാഗത്ത് 1200ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 250ഓളം പേരെ ബന്ദികളുമാക്കി. അതേസമയം ഇസ്രയേലിനെതിരെ വംശഹത്യ ആരോപിച്ചുകൊണ്ട് നെതർലൻഡ്സിലെ ഹേഗിലുള്ള ലോക കോടതിയോട് ഇടക്കാല നടപടികൾ ഏർപ്പെടുത്തണമെന്ന് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു. ഇസ്രയേലിനോട് ആക്രമണം അവസാനിപ്പിക്കാൻ ഉത്തരവിടുക, ഗാസ നിവാസികൾക്ക് സഹായം ലഭ്യമാക്കുക, വംശഹത്യ തടയാൻ ന്യായമായ നടപടികൾ സ്വീകരിക്കുക എന്നിവ ആവശ്യപ്പെട്ടുള്ള നടപടികളിൽ ഇത് ഉൾപ്പെടുന്നുണ്ട്. തങ്ങളുടെ സായുധ സേനാംഗങ്ങൾ ഗാസയിൽ വംശഹത്യ നടത്തുന്നില്ലെന്ന് ഇസ്രയേൽ ഉറപ്പാക്കണമെന്നും പ്രദേശത്തെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുമുണ്ട്. പ്രസ്തുത ഉത്തരവ് നടപ്പിൽ വരുത്തിയത് സംബന്ധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ UN കോടതി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഗാസ മേഖലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കോടതിക്ക് നന്നായി അറിയാവുന്നതാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ജീവഹാനിയിലും മനുഷ്യരുടെ കഷ്ടപ്പാടുകളിലും അതീവ ഉത്കണ്ഠയുമുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അധ്യക്ഷൻ ജോവാൻ ഡൊനാക് പറഞ്ഞതാണ് ഇപ്രകാരം. ഉത്തരവിനോട് പ്രതികരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിനെതിരെയുള്ള വംശഹത്യ കേസിനെ അതിക്രമം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ നടത്തുന്നത് സ്വയം പ്രതിരോധമാണെന്നും അതിനായുള്ള നടപടികൾ ഇനിയും തുടരുമെന്നും നെതന്യാഹു പറഞ്ഞതായി AP റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനുവരിയിൽ കോടതിയിൽ നടന്ന വാദത്തിനിടെ ഗാസയിലെ ഇസ്രയേൽ ആക്രമണം വംശഹത്യ കൺവെൻഷൻ ലംഘിച്ചുവെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിച്ചിരുന്നു. ഒക്ടോബർ 7 ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് മുൻപും ഇസ്രയേൽ പലസ്തീനിൽ സൈനിക നടപടികൾ നടത്തിയിരുന്നുവെന്നും ദക്ഷിണാഫ്രിക്കയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം വംശഹത്യ ആരോപണം നിരസിച്ച ഇസ്രയേൽ തങ്ങൾക്കെതിരായുള്ള ഗുരുതരമായ ആരോപണങ്ങൾ റദ്ദാക്കണമെന്ന് UN ഉന്നത കോടതിയോടും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പലസ്തീന സഹായം എത്തിക്കുന്ന UN ഏജൻസിക്ക് ഉള്ള ധനസഹായം USഉം UKയും നിർത്തിയിരിക്കുകയാണ്. UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീന നൽകുന്ന ഫണ്ടാണ് നിർത്തിയിരിക്കുന്നത്. ജർമ്മനി, നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ധനസഹായം നിർത്തിയിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ചില ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ഇസ്രയേൽ ആരോപണത്തിന് പിന്നാലെയാണ് ധനസഹായങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.